ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. അക്കാദമിക് സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്വയം വരുമാനം കണ്ടെത്താൻ കേന്ദ്ര ധനമന്ത്രാലയം നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രത്തിന്റെ ഈ ഇടപെടൽ ഒരുപക്ഷെ ഇത്തരം ഒരു അക്കാദമിക് സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്വയം വരുമാനം കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും കോളേജുകൾ ഫീസ് വർധനവ് എന്ന ഒരു ബാധ്യതയിലേക്ക് ഉത്തരവാദിത്വത്തിലേക്ക് ഒക്കെ കടക്കും. ഇത് വലിയ പ്രശ്നങ്ങൾക്കല്ലേ ഇടവരുക? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, രാജ്യത്തെ സർക്കാർ മേഖലയിലുള്ള പൊതുമേഖലയിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കനത്ത തിരിച്ചടിയായേക്കാവുന്ന ഒരു നീക്കവുമായാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും സ്വയം പര്യാപ്ത, അതായത് പ്രവർത്തിക്കാനുള്ള ഫണ്ട് സ്വയം കണ്ടെത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയക്കുകയും ചെയ്തു. IIT-കൾ, IIM, അതോടൊപ്പം തന്നെ മ്യൂസിയം, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിനായുള്ള പണം സ്ഥാപനങ്ങൾ തന്നെ കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നു. സ്വാഭാവികമായും ഇത്തരത്തിൽ സ്ഥാപനങ്ങളുടെ മേൽ സമ്മർദ്ദമുണ്ടാകുമ്പോൾ ഫീസ് വർധനയിലൂടെ ഈ ധന സമാഹരണം നടത്താനുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും സ്ഥാപനങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് രാജ്യത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ പൊതുമേഖലയിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇത്. നേരത്തെ തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫീസ് വർധന നടപ്പാക്കിയിരുന്നു. ഇത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു. മോഡി സർക്കാർ അധികാരമേറ്റതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ നേരത്തെ അനുവദിച്ചു കൊണ്ടിരുന്ന ബഡ്ജറ്റ് വിഹിതം കാര്യമായി വെട്ടിക്കുറച്ചിരുന്നു. അതിനുശേഷം തന്നെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള പല പരിമിതികളും ഉണ്ടാകുന്നുണ്ട്. ഇത് വിദേശ സർവകലാശാലയും അതോടൊപ്പം തന്നെ വലിയ ഫീസ് വാങ്ങി കോഴ്സുകൾ നടത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങളെയും സഹായിക്കാനാണ് എന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു ഭാഗത്ത് ബജറ്റ് വിഹിതം വെട്ടിക്കുറക്കുകയും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളോട് സ്വന്തം നിലയിൽ പണം കണ്ടെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തത് ഏതായാലും ഈ പറയുന്ന പൊതുമേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ഇപ്പോൾ തന്നെ ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഏതായാലും ഈ സ്ഥാപനങ്ങളിൽ ഫീസ് വർധനയ്ക്കുള്ള ഒരു നീക്കവുമായി സ്ഥാപനങ്ങൾ പോകാൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അഞ്ജു, തീർച്ചയായും സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിഹിതം ചുരുക്കുമ്പോൾ സ്വാഭാവികമായും ഫീസ് വർധന എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. അങ്ങനെയെങ്കിൽ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം അതുതന്നെയല്ലേ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്? പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒന്ന്, ഈ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവയുടെ അക്കാഡമിക് ഗുണനിലവാരത്തിൽ വലിയ രീതിയിലുള്ള കുറവ് സംഭവിക്കും. കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വിഹിതം കുറയുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പണലഭ്യത കുറയുന്ന സമയത്ത് അക്കാഡമിക് പ്രവർത്തനങ്ങളെ അത് ദോഷകരമായി ബാധിക്കും. രണ്ടാമത്തെ കാര്യം വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച് തന്നെയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള IIT-യിലും IIM-ലും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള വലിയ ഒരു അവസരം കൂടിയാണ് അത്. എന്നാൽ ഇത്തരത്തിൽ ഫീസ് വർധന നടപ്പിലാക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ഈ സ്ഥാപനങ്ങളുടെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. വലിയ രീതിയിൽ ഫീസ് നൽകി പഠിക്കാൻ കഴിയുന്ന പണക്കാർക്ക് മാത്രം പ്രാപ്യമാകുന്ന രീതിയിലേക്ക് ഈ സ്ഥാപനങ്ങളുടെ സ്ഥിതി മാറും. പ്രത്യേകിച്ചും രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽ IIT-കളും IIM-കളും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പോലെയുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇത്തരത്തിൽ ഫീസ് വർധന നടപ്പിലാക്കുന്നതോടുകൂടി അവിടെ പാവപ്പെട്ടവർക്ക് പഠിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അത് വലിയ രീതിയിൽ നമ്മുടെ അക്കാഡമിക് രംഗത്തിന് തന്നെ തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തലാണുള്ളത്. ഏതായാലും ഈ അക്കാഡമിക് സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അക്കാഡമിക് വിദഗ്ധർ ഈ വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുകയും പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അഞ്ജു, എന്തായാലും ബജറ്റ് വിഹിതത്തിൽ പോലും വിദ്യാഭ്യാസ രംഗത്തോട് കാണിച്ച ഒരു അവഗണന അത് ഏവരും അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. കോർപ്പറേറ്റുകൾക്ക് വളരെയധികം പണം വാരിക്കോരി നൽകുന്ന മോദി സർക്കാർ എന്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയോട് ഇത്തരത്തിലൊരു അവഗണന കാണിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടിയല്ലേ ഈ സമയത്ത് ഉയർന്നു വരിക?
അഞ്ജു, എന്തായാലും മോഡി സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം കോർപ്പറേറ്റ് നികുതി വെട്ടിക്കുറയ്ക്കുക, അതോടൊപ്പം തന്നെ നികുതി ഇളവ് കോർപ്പറേറ്റുകൾക്ക് നൽകുക തുടങ്ങിയിട്ടുള്ള പൊതുസമൂഹത്തിന്റെ ആക്ഷേപത്തിന് ഇടയാക്കിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പോലും പെട്രോളിയം മന്ത്രാലയത്തിൽ യോഗം ചേരുകയും ഇത്തരത്തിൽ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ ചില തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുക, എണ്ണവില വർദ്ധിപ്പിക്കാതെ എണ്ണവില കുറയ്ക്കാതെ എണ്ണ കമ്പനികളെ സഹായിക്കുക, ഇത്തരത്തിൽ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ തീരുമാനവുമായി ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തിന് ഫണ്ട് വെട്ടിച്ചുരുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബജറ്റ് വിഹിതം വെട്ടിച്ചുരുക്കിക്കൊണ്ടുള്ള ഒരു തിരിച്ചടി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, സ്വകാര്യ സർവകലാശാലകൾക്ക് രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന തരത്തിൽ, വിദേശ സർവകലാശാലയ്ക്ക് രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന തരത്തിൽ അവരെ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായ കരാറുകളിൽ ഒപ്പിടുന്ന ആദ്യഘട്ട നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ ഉതകുന്ന മറ്റൊരു നീക്കവുമായി കേന്ദ്ര സർക്കാർ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് അക്കാഡമിക് സമൂഹത്തിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കാര്യങ്ങൾ, അതായത് ഈ ഫീസ് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ഥാപനങ്ങളോട് സ്വതന്ത്രമായി പ്രവർത്തിക്കണം, സ്വയം പര്യാപ്തത നേടണം എന്നുള്ള ഈ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം സ്വാഭാവികമായും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് എന്നുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദേശ സർവകലാശാലകളെ സഹായിക്കാനെന്നുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ രാജ്യത്തെ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും സന്തോഷ്, വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനോടകം തന്നെ പല കാര്യങ്ങളിലും കേന്ദ്രത്തിനോടുണ്ട്. അതിലുള്ള നിലപാടുകൾ പലപ്പോഴായി അവർ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. കാര്യങ്ങൾ ഈ ഗതിക്കാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്കായിരിക്കില്ലേ കാര്യങ്ങൾ കടന്നെത്തുക? അഞ്ജു, മോഡി സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം സ്വീകരിച്ചിട്ടുള്ള പല വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും വിദ്യാർത്ഥികളുടെ കനത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്മൃതി ഇറാനി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിയായിരുന്ന സമയത്ത് എടുത്തിട്ടുള്ള പല തീരുമാനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ വിദേശ സർവകലാശാലകൾക്ക് രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കം, ഇതുകൂടാതെ വിദ്യാഭ്യാസ അക്കാഡമിക് രംഗത്തെ സിലബസുകൾ പരിഷ്കരിക്കാനും കാവ്യവൽക്കരിക്കാനുമുള്ള നീക്കം, ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ള തീരുമാനങ്ങളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വയം പര്യാപ്തത നേടണം എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. എന്തായാലും ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും ഒരു കാര്യം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്വയം പര്യാപ്തത നേടുക എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന വരുമാനം വിദ്യാർത്ഥികളുടെ ഫീസ് മാത്രമാണ്. പിന്നീട് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് വിഹിതവും ഗ്രാന്റുമാണ്. ഏതായാലും ഈ സ്വയം പര്യാപ്തത കണ്ടെത്തണം എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ലക്ഷ്യം വെക്കുന്നത് ഫീസ് വർധന നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ഫീസ് വർധനയിലേക്ക് രാജ്യത്തെ ഈ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോയി കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഇടയാക്കും. ഏതായാലും ഇപ്പോൾ തന്നെ അധ്യാപകരുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലും അക്കാഡമിക് സമൂഹത്തിലും എല്ലാം തന്നെ ഈ ഒരു നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിന് അനുസൃതമായിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫീസ് വർധന നടപ്പാക്കുകയാണെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. അഞ്ജു, ശരി, എം സന്തോഷ് തുടരുക. ഇപ്പോൾ പുരുഷൻ കടലുണ്ടി കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പുരുഷൻ കടലുണ്ടി, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ വരികയാണ്. അക്കാദമിക് സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്വയം വരുമാനം കണ്ടെത്താൻ കേന്ദ്ര ധനമന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിലവിൽ. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇത് സ്വയം അവർ കണ്ടെത്തണം എന്ന് പറഞ്ഞ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ പറയുമ്പോ അത് സ്വകാര്യവൽക്കരിക്കുക എന്നതിന്റെ ഒരു തുടക്കമാണ്. എല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്ന ഒരു നയാണ് കേന്ദ്ര ഗവൺമെന്റ് അനുവർത്തിച്ചു വരുന്നത്. അത് വിദ്യാഭ്യാസ രംഗത്തും അവർ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ. അത് മറ്റു പല രൂപത്തിലായിരുന്നു, ഇപ്പൊ പ്രത്യക്ഷമായി വന്നു. ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ഈ വിദ്യാഭ്യാസ വിശേഷണരായിട്ടുള്ള ആളുകൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് ഉപരോധിക്കേണ്ടതാണ്. ഇത് അനുവർത്തിക്കാൻ പറ്റില്ല. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ, നമ്മളെ PTI ശക്തമാണ്, നമ്മളെ നാട്ടുകാർ ശക്തമാണ്. നാട്ടുകാരുടെയും PTIന്റെ ഒക്കെ സഹായത്തോടു കൂടി എല്ലാ ഭൗതിക സൗകര്യങ്ങളും നമ്മൾ സ്കൂളുകൾ കൊടുക്കുന്നുണ്ട്. ഈ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് തന്നെ 1000 സ്കൂൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ പോവാണ്. അപ്പൊ കേന്ദ്രം ഈ കേരള സർക്കാർ അല്ലെങ്കിൽ അതുപോലുള്ള സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇടങ്കോലിടുന്ന ദൂരവ്യാപകമായ ദുരന്തം വരുത്തി വെക്കുന്ന ഇടപാടുകൾ നിർത്തണം എന്നാണ് എന്റെ അഭിപ്രായം.
എന്തായാലും കേന്ദ്ര വിഹിതം നിർത്തലാക്കിയാൽ ആകെ ലഭിക്കുന്ന വരുമാനം വിദ്യാർത്ഥികളുടെ ഫീസ് മാത്രമാണ്. സ്വാഭാവികമായും ഫീസ് വർധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത്തരത്തിൽ വരുമ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം അതുതന്നെയല്ലേ അനിശ്ചിതത്വത്തിലാകുന്നത്? അത് അനിശ്ചിതത്വത്തിലാവാനാണല്ലോ ഇപ്പൊ മറ്റു പണം കണ്ടെത്തണമെന്ന്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൊടുത്തേ പറ്റൂ. അത് മറ്റുള്ളവരിൽ നിന്ന് കോർപ്പറേറ്റുകളിൽ നിന്ന് ചിലർ വാങ്ങിക്കും. അത് ആശ്വാസകരമായ പ്രശ്നമല്ല. ഇതിന്റെ നടത്തിപ്പ് മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച്, സാംസ്കാരിക മേഖല പ്രത്യേകിച്ച്, അത് സ്വതന്ത്രമായി സർക്കാരിന്റെ കീഴിൽ തന്നെ ആയിരിക്കണം. സർക്കാർ അതിന് ഉത്തരവാദിയാണ്. കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും പിന്നെ സംസ്ഥാന സർക്കാരായാലും. തീർച്ചയായും ഒരുപക്ഷെ കോർപ്പറേറ്റുകൾക്കൊക്കെ നികുതി കുറച്ച് നൽകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ബജറ്റിൽ പോലും വിഹിതം മാറ്റിവെക്കുന്ന കാര്യത്തിൽ പോലും വിദ്യാഭ്യാസ മേഖലയോട് കാണിച്ച ഒരു അവഗണന ഏവരും കണ്ടതാണ്. അതിനെ വിമർശിക്കുകയും ഉണ്ടായതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നിലപാട് കൂടി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എടുക്കുന്നത്. ഇത് തീർത്തും ഗൗരവതരമല്ലേ? ഒരുപക്ഷെ കോർപ്പറേറ്റുകൾക്ക് വൻതോതിൽ പണം നൽകുന്നവർ എന്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ ഈ രീതിയിൽ അവഗണിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുകയല്ലേ നിലവിൽ? അല്ല, അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു ദുസ്സൂചനയാണ്. ഓരോ രംഗവും അവരുടെ ഇങ്ങനെ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരിക്കുന്നത്. സ്വകാര്യവൽക്കരണത്തിന്റെ ഒരു തുടക്കമാണിത്. അല്ലാതെ ഒരു പിന്നെ സ്കൂളുകളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മെച്ചപ്പെടുത്താനല്ല. മെച്ചപ്പെടുത്തുക എന്ന വ്യാജേന അത് മറ്റുള്ളവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അത് നടക്കുന്ന കാര്യം പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും വളരെയധികം നന്ദി ശ്രീ പുരുഷൻ കടലുണ്ടി ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ടി എൻ സീമ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ടി എൻ സീമ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഗൗരവതരമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അക്കാദമിക് സാംസ്കാരിക സ്ഥാപനങ്ങൾ വരുമാനം സ്വയം കണ്ടെത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നു. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? കഴിഞ്ഞൊരു 25 വർഷത്തെ ആഗോളവൽക്കരണ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ക്രമമായി തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള സ്വകാര്യവൽക്കരണം കടന്നു വന്നിട്ടുണ്ട്. വിദേശ മൂലധനം അടക്കം കൊണ്ടുവന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം സാധാരണക്കാർക്ക് അപ്രാപ്യമാകുന്ന തരത്തിലേക്ക് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഭാഗത്ത് സർക്കാരിന്റെ നല്ല രീതിയിൽ പിടിമുറുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഒരു വിദ്യാഭ്യാസത്തിൽ അവരുടേതായിട്ടുള്ള BJP-യുടേതായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടക്കം നടത്തിപ്പിന്റെ രീതികളിലടക്കം ഇടപെടുന്നതിനുള്ള ഇടപെടലുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളടക്കം ഹൈദരാബാദ് അടക്കമുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം UGCയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക്, ഗ്രാമപ്രദേശങ്ങളിലേക്ക്, സാധാരണക്കാരായിട്ടുള്ള കുട്ടികളിലേക്ക് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആനുകൂല്യങ്ങൾ, അതിന്റെ അവസരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഇപ്പോഴും സംഭവിക്കുന്നത്, ഇപ്പൊ IIT പോലെയുള്ള രംഗം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 25% താഴെ മാത്രമാണ് സാധാരണക്കാരുടെ മക്കൾ. അത്തരം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അഡ്മിഷൻ നേടുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ തന്നെ അതിനൊരു മത്സരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം പോലും ഒരു സാമൂഹ്യനീതി അതിനകത്ത് ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരൊരു സാഹചര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥാപനങ്ങൾ ഇനി സ്വയം വരുമാനം കണ്ടെത്തിക്കൊള്ളണം എന്ന് പറയുന്ന നിലപാട് അങ്ങേയറ്റം വിദ്യാഭ്യാസത്തിന്റെ സാമൂഹ്യനീതിയെ അല്പമെങ്കിലും ഉള്ള ഒരു അവസ്ഥയെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് വരുന്നത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഞാൻ MP ആയിരുന്ന സമയത്തും ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിദ്യാർത്ഥികളുടെ പരാതികൾ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഫെലോഷിപ്പുകൾ തടഞ്ഞുകൊണ്ട്, അത് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതുപോലെ തന്നെ UGCയുടെ കീഴിലുള്ള സ്കോളർഷിപ്പുകളാണെങ്കിലും
കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് HRDയുടെയും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ട ഫെലോഷിപ്പ് കൊടുക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഫെലോഷിപ്പുകൾ കിട്ടുന്നില്ല, പിന്നെ അവർക്ക് പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള പണം നൽകുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നല്ല രീതിയിലുള്ള ഒരു അക്കാഡമിക് വളർച്ചയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗവേഷണമോ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന തരത്തിലുള്ള സാഹചര്യം പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ നയപരമായിട്ട് തന്നെ സ്വയം പൈസ ഉണ്ടാക്കിക്കൊള്ളണം ഇത്തരത്തിലുള്ള സർവകലാശാലകൾ അതുപോലത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് പൂർണ്ണമായും സാധാരണക്കാർക്ക് അപ്രാപ്യമാകും. ഇത് പൈസ ഉണ്ടാക്കാനുള്ള സ്ഥാപനങ്ങളായിട്ട് മാറും. ഇതൊരു വാസ്തവത്തിൽ ഇത് ഉദാരവൽക്കരണത്തിന്റെ ഏറ്റവും വളരെ തീവ്രതയിൽ അത് നടത്താനുള്ള ഒരു നടപടി തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ TN സീമ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ വളരെ ഗൗരവതരമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അക്കാദമിക് സാംസ്കാരിക സ്ഥാപനങ്ങൾ സ്വയം വരുമാനം കണ്ടെത്താൻ കേന്ദ്ര ധനമന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങളാണ് M. സന്തോഷ് നൽകിയത്.